യേശുവിനെ കാണുന്നതിനു മുമ്പ് നിങ്ങൾ ആരായിരുന്നു? ഞാനൊരു പരീശനായിരുന്നു. ന്യായപ്രമാണത്തിൽ കർശനനായിരുന്നു. ക്രിസ്തുവിന്റെ അനുയായികളെ ഞാൻ വളരെ തീഷ്ണതയോടെ പീഡിപ്പിച്ചു. ദമാസ്കസിലേക്കുള്ള വഴിയിൽ എന്താണ് സംഭവിച്ചത്? സ്വർഗ്ഗത്തിൽ നിന്നുള്ള ഒരു ഉജ്ജ്വലമായ വെളിച്ചം എന്നെ ചുറ്റിപ്പിടിച്ചു. യേശു എന്നോട് സംസാരിച്ചു. ആ കൂടിക്കാഴ്ച എന്റെ ഹൃദയത്തെയും ദൗത്യത്തെയും മാറ്റിമറിച്ചു. മുൻ പീഡകനായ നിങ്ങളെ യേശു എന്തിനാണ് തിരഞ്ഞെടുത്തത്? അവന്റെ കൃപയുടെ സമൃദ്ധി വെളിപ്പെടുത്താൻ. ഏറ്റവും മോശം പാപിക്ക് പോലും ദൈവത്തിന്റെ ദാസനാകാൻ കഴിയും. ലോകത്തോടുള്ള നിങ്ങളുടെ പ്രധാന സന്ദേശമെന്താണ്? ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാലല്ല, യേശുക്രിസ്തുവിനുള്ള വിശ്വാസത്തിലൂടെ കൃപയാലാണ് രക്ഷ. കഷ്ടപ്പാടിലും പീഡനങ്ങളിലും നിങ്ങൾ എങ്ങനെ ശക്തരായി നിലകൊള്ളും? എന്റെ ബലഹീനതയിൽ ക്രിസ്തുവിന്റെ ശക്തി പൂർണ്ണമാകുന്നു. അവന്റെ കൃപ എനിക്ക് മതി. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ പങ്കെന്താണ്? യേശു ഓരോ വിശ്വാസിയെയും വീണ്ടെടുപ്പിന്റെ ദിവസത്തിനായി നയിക്കുകയും ആശ്വസിപ്പിക്കുകയും ശക്തി നൽകുകയും മുദ്രയിടുകയും ചെയ്യുന്നു. ഇന്ന് സഭകൾക്ക് നിങ്ങൾ എന്തുപദേശമാണ് നൽകുന്നത്? ഐക്യപ്പെടുക, പരസ്പരം സ്നേഹിക്കുക, സുവിശേഷത്തിന്റെ സത്യത്തിൽ ഉറച്ചു നിൽക്കുക. ജീവിക്കുക എന്നത് ക്രിസ്തുവാണ്, മരിക്കുന്നത് ലാഭമാണ് എന്നതിന്റെ അർത്ഥമെന്താണ്? എന്റെ മുഴുവൻ ജീവിതവും ക്രിസ്തുവിന്റേതാണ്. മരണം എന്നെ അവനിലേക്ക് അടുപ്പിക്കുന്നു. വിശ്വാസികൾക്ക് കഷ്ടപ്പാടിന്റെ ഉദ്ദേശമെന്താണ്? അത് നമ്മെ രൂപപ്പെടുത്തുകയും നമ്മുടെ വിശ്വാസത്തെ ശുദ്ധീകരിക്കുകയും നമ്മുടെ ബലഹീനതയിൽ ക്രിസ്തുവിന്റെ ശക്തി വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. ആളുകൾ യേശുവിനെക്കുറിച്ച് എന്താണ് അറിയണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു? യേശു നമ്മുടെ പാപങ്ങൾക്കു വേണ്ടി ക്രൂശിക്കപ്പെട്ട ദൈവപുത്രനാണ്. മഹത്വത്തിൽ ഉയർത്തെഴുന്നേറ്റു ശക്തിയോടെ മടങ്ങിവരുന്നു. നിങ്ങൾ എന്തിനാണ് സഭകൾക്ക് കത്തുകൾ എഴുതുന്നത്? സ്ഥാപിക്കുവാനായി, തിരുത്തുവാനായി, പ്രോത്സാഹിപ്പിക്കുവാനായി, സുവിശേഷത്തിന്റെ സത്യം അവരെ ഓർമ്മിപ്പിക്കുവാനായി. ഭാവി സഭയെക്കുറിച്ചുള്ള നിങ്ങളുടെ ദർശനമെന്താണ്? ക്രിസ്തുവിൽ ഐക്യപ്പെട്ടിരിക്കുന്ന, സ്നേഹവും പരിശുദ്ധാത്മാവും നിറഞ്ഞ, ലോകത്തിൽ വെളിച്ചമായി പ്രകാശിക്കുന്ന ഒരാഗോള ശരീരം. ഇന്ന് വിശ്വാസികൾക്ക് നിങ്ങൾ എന്തന്തിമ സന്ദേശമാണ് നൽകുന്നത്? നല്ല പോരാട്ടം നടത്തുക, വിശ്വാസം നിലനിർത്തുക, നിങ്ങളുടെ ഓട്ടം പൂർത്തിയാക്കുക. അവന്റെ പ്രത്യക്ഷതയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും നീതിയുടെ കിരീടം കാത്തിരിക്കുന്നു.